നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി വിമർശനങ്ങളും വിവാദങ്ങളുമുണ്ട്. എങ്കിലും ഈ പദ്ധതി കൈയടിച്ച് അഭിനന്ദിക്കണം. പറഞ്ഞ വാക്ക് തുടക്കത്തിൽ തന്നെ പാലിക്കുകയാണ് ഇവിടെ VD സതീശൻ സർക്കാർ. ഒപ്പം വലിയ ജനപിന്തുണയും. കേരളത്തിലെ സ്ത്രീകൾ വലിയ ആവേശത്തിലാണ്. ദിവസേന ബസ്സിൽ യാത്ര ചെയ്യേണ്ട ജോലിക്കാർ, വീട്ടുജോലിക്കാർ, മറ്റ് ചെറിയ ജോലികളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ എന്നിവർക്കൊക്കെ വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സൗജന്യ യാത്ര. UDF സർക്കാരിൻ്റെ അഭിമാന പദ്ധതി എന്നാണ് VD സതീശൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത് ഔദാര്യമല്ല, ആദരവെന്നാണ് VD സതീശൻ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിറകണ്ണുകളോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് കേരള മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നു. തമ്പാനൂർ ടെർമിനലിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗതാഗത മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിച്ചു. കേരളം ഏറെ ആദരവോടെ കാണുന്ന ഒരു നേതാവാണ് CP ജോൺ. ഒടുവിൽ ഗതാഗത വകുപ്പിൻ്റെ സ്റ്റിയറിംഗ് CP ജോണിൻ്റെ കയ്യിലേൽപ്പിക്കുമ്പോൾ കേരളം ഏറെ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ഗതാഗത വകുപ്പ് മന്ത്രിയെക്കുറിച്ച് എത്രയെത്ര ആക്ഷേപങ്ങൾ, ഒടുവിൽ നമ്മൾ ഉയർന്നു കേട്ട അഴിമതി ആരോപണം വരെ. തമ്പാനൂരിൽ നടന്ന ചടങ്ങിൽ 2 പേർക്ക് മുഖ്യമന്ത്രി തന്നെയാണ് സൗജന്യ യാത്രയുടെ ആദ്യ ടിക്കറ്റുകൾ നൽകിയത്. തുടർന്ന് KSRTCയുടെ ആ ഓർഡിനറി ബസ്സിലേക്ക് സതീശൻ കയറി. തമ്പാനൂരിൽ നിന്നുള്ള ആദ്യ യാത്രയിൽ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പങ്കെടുത്തു. KSRTCയിൽ PSC വഴി നിയമനം ലഭിച്ച ആദ്യ വനിതാ ഡ്രൈവറായ പെരുമ്പാവൂർ ഡിപ്പോയിലെ VP ഷീലയാണ് ആദ്യ യാത്രയിൽ സാരഥിയായത്. ജയകുമാരി കണ്ടക്ടർ. പലവിധ ആക്ഷേപങ്ങൾ ഉയരുന്നു. എങ്കിലും ഒരു കണക്ക് അത് പരിശോധിക്കാതെ ഈ ഘട്ടത്തിൽ കടന്നു പോകാൻ കഴിയില്ല. KSRTCക്ക് ഇപ്പോൾ നിരത്തിലുള്ളത് 5000 ബസ്സുകൾ. ഇവയിൽ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനിടയിൽ സിറ്റിയിലോടുന്ന ചില ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കിയത് പാൽപ്പായസത്തിലെ കല്ലുകടിയായി. ഓർഡിനറി നിരക്കുള്ള സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ്, ടൗൺ ടു ടൗൺ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കും. സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ വലിയ ആവേശത്തിലാണ്. ട്രോളുകളും ഒപ്പം കയ്യടികളും ഉയർന്നു കേൾക്കുന്നു. അതിൽ ഒരു ട്രോൾ ഇങ്ങനെ: പ്രിയപ്പെട്ട ഗോവിന്ദൻ സാറേ, രാവിലെ ഒരു കുട്ട അപ്പവുമായി കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തിയാൽ അവിടെ നിന്നും KSRTC ബസ്സിൽ കയറി ബസ്സിൽ പണം കൊടുക്കാതെ സൗജന്യമായി യാത്ര ചെയ്ത് ഇഷ്ടപ്പെട്ട പട്ടണത്തിൽ പോയി അപ്പം വിറ്റ് ഇന്ദിരാ ക്യാൻറ്റീനിൽ കയറി 20 രൂപയ്ക്ക് ഊണും കഴിച്ച് തിരിച്ച് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ചെയ്ത് വീട്ടിൽ മടങ്ങിയെത്താനുള്ള സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട് UDF സർക്കാർ. ദയവായി ചെങ്കൊടിയും പൊക്കി പിടിച്ച് ആ വഴി വന്നേക്കരുത്, വന്നാൽ ചെരുപ്പഴിക്കും പെണ്ണുങ്ങൾ. സൗജന്യം കൊടുക്കുന്നതിന് മുൻപ് സിറ്റിയിലെ ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കിയതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു വിവാദം. ആ വിവാദത്തിൽ ഇത്തിരി കാമ്പുണ്ടെങ്കിലും ഈ പദ്ധതിയെ അത്തരം ചില നടപടികളുടെ പേരിൽ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. 3150 ഓർഡിനറി ബസ്സുകൾ. ചുരുക്കത്തിൽ KSRTCയുടെ നിരത്തിലുള്ള 60% ബസ്സുകൾ ഓർഡിനറിയായി ഓടുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അത്ര നിസ്സാരമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇത്തരം യാത്രകളിൽ യാത്രക്കാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന മാർഗനിർദ്ദേശങ്ങൾ KSRTC പുറപ്പെടുവിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാകുന്ന ഓർഡിനറി ബസ്സുകളിൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ അവയിൽ പ്രിയദർശിനി എന്ന പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ സൗജന്യ യാത്രയാണെങ്കിലും സാധാരണ ടിക്കറ്റ് എടുക്കുന്നത് പോലെ വനിതാ യാത്രക്കാർ ഇറങ്ങേണ്ട സ്ഥലം കൃത്യമായി പറഞ്ഞ് 0 ടിക്കറ്റ് കൈപ്പറ്റണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ സ്റ്റോപ്പ് കഴിഞ്ഞാണ് ഇറങ്ങുന്നതെങ്കിലും അഥവാ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ സ്റ്റോപ്പിന് മുമ്പാണ് ഇറങ്ങേണ്ടി വരുന്നതെങ്കിലും ഇക്കാര്യം കണ്ടക്ടറെ കൃത്യമായി അറിയിക്കണം. യാത്രയിൽ കൂടെ പുരുഷന്മാരുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ വിവരം വ്യക്തമാക്കണം. ഇനി പുരുഷന്മാരാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ കൂടെ വനിതകളുള്ള വിവരം കണ്ടക്ടറോട് എടുത്തു പറയണം. ടിക്കറ്റ് മെഷീനിൽ രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ വനിതകൾ ഒപ്പമുണ്ടെങ്കിൽ പുരുഷന്മാർ അക്കാര്യം പറയണം. 5 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ കൂടെയുണ്ടെങ്കിൽ അവർക്കായി ഹാഫ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. സാധാരണ ഓർഡിനറി ബസ്സുകളിൽ അനുവദിക്കുന്നത് പോലെ 15 കിലോ വരെയുള്ള ലഗേജ് യാതൊരുവിധ ചാർജുമില്ലാതെ പൂർണ്ണ സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയും. റെജി പൂവത്തൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ: ഓർഡിനറി വെറും ഓർഡറല്ല സഖാക്കളെ. 5000 ബസ്സിൽ 3120 ബസ്സും ഓർഡിനറിയാണ് എന്ന് ഈ സഖാക്കളെ ആര് മനസ്സിലാക്കാൻ? വലിയ വണ്ടികളും വലിയ ബഹളങ്ങളും കാണുമ്പോൾ KSRTC എന്നാൽ പ്രീമിയം സർവീസുകൾ മാത്രമാണെന്ന് വിചാരിക്കുന്നവർ ഈ ഒഫീഷ്യൽ റെക്കോർഡുകൾ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. കോർപ്പറേഷൻ്റെ ആകെ ബസ്സുകളിൽ ഏകദേശം 5000 ബസ്സുകളാണ് ദിവസേന ഷെഡ്യൂൾ പ്രകാരം റോഡിലിറങ്ങുന്നത്.
ഇതിൽ 60% സാധാരണക്കാരുടെ ആശ്രയമായ നമ്മുടെ സ്വന്തം ലോക്കൽ ഓർഡിനറി ബസ്സുകൾ. KSRTC ബസ്സുകളുടെ കൃത്യമായ കണക്ക്: ആകെ സർവീസ് നടത്തുന്നവ 5000, ഓർഡിനറി ടൗൺ സർവീസ് 3120, ഫാസ്റ്റ് പാസഞ്ചർ 780, സൂപ്പർ ഫാസ്റ്റ് 460, സൂപ്പർ ഡീലക്സ് എക്സ്പ്രസ് 120, K-സ്വിഫ്റ്റ് ഹൈടെക് നോൺ AC 210 ബസ്സുകൾ, K-സ്വിഫ്റ്റ് AC പ്രീമിയം 130 ബസ്സുകൾ, ഇലക്ട്രിക് AC ബസ്സുകൾ സിറ്റി 140, മിന്നൽ മറ്റ് പ്രത്യേക സർവീസുകൾ 40. കോർപ്പറേഷന് പക്കൽ ആകെ 5772 ബസ്സുകളുണ്ടെങ്കിലും വർക്ക്ഷോപ്പിലുള്ളതും കാലാവധി കഴിഞ്ഞ് സ്ക്രാപ്പ് ചെയ്യാൻ മാറ്റിവെച്ചിരിക്കുന്നതുമായ 700-ലധികം ബസ്സുകളെ ഈ സർവീസ് കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആകെ സർവീസിൻ്റെ 60%-ലധികം ഓർഡിനറി ബസ്സുകളാണ്. വലിയ ലാഭമില്ലെങ്കിലും ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതും ഈ സർവീസുകൾ തന്നെ. ഇവിടെ ചില വാസ്തവങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓർഡിനറി ഫാസ്റ്റായോ ഫാസ്റ്റ് ഓർഡിനറിയായോ എന്നൊക്കെ തിരക്കുന്നതിന് മുൻപ് ഈ സ്കീമിൽ എത്ര ബസ്സുകൾ ഓടുന്നുണ്ട്, ഓരോ ജില്ലകളിലും എത്ര ബസ്സുകളാണ് ഈ പ്രത്യേക സ്കീമിൽ ഓടുന്നത്, ഇനി കുറച്ചെങ്കിലും ബസ്സുകൾ സിറ്റി ഫാസ്റ്റായോ മറ്റു സംവിധാനങ്ങളായോ ഓടിച്ചില്ല എങ്കിൽ പുരുഷന്മാരായ യാത്രക്കാർ ക്ലേശിക്കേണ്ടി വരും. നിലവിലുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുമെന്നുറപ്പാണ്, പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാർ. എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട് എന്നൊക്കെ കരുതരുത്. ധാരാളം വനിതകൾ ചെറുദൂരമൊക്കെ ബസ് കൂലി ലാഭിക്കാൻ നടന്നു വരെ പോകാറുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ. അവരൊക്കെ ഇനി ബസ്സിൻ്റെ സമയം നോക്കി നിന്ന് ബസ്സിൽ യാത്ര തുടരും. തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ഇന്ന് ആഘോഷത്തിമിർപ്പിലായിരുന്നു. വലിയ ആഘോഷമാണ് മിക്ക ജില്ലകളിലും. ഉദ്ഘാടന മാമാങ്കം കൊണ്ടുപിടിച്ച് നടന്നു. എറണാകുളത്തും വലിയ ഉദ്ഘാടനമാണ് നടന്നത്. ഉജ്ജ്വല തുടക്കം. പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി KSRTC വിപുലമായ ഒരുക്കങ്ങൾ ജില്ലയിലുടനീളം പൂർത്തിയാക്കി. വിവിധ ഡിപ്പോകളിലായി 10 രൂപ മുതൽ 150 രൂപയ്ക്ക് മുകളിൽ വരെ നിരക്കുകളുള്ള 263ഓളം ഓർഡിനറി ബസ്സുകളാണ് നിലവിൽ എറണാകുളം ജില്ലയിൽ സർവീസ് നടത്തുന്നത്. ചുരുക്കത്തിൽ 150 രൂപയ്ക്ക് മുകളിൽ വരെ നിരക്കുകളുള്ള 263 ബസ്സുകൾ എന്നത് ഔദ്യോഗിക കണക്ക്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിൽ പ്രതിഷേധിക്കുമെന്ന് മെൻസ് അസോസിയേഷൻ പറയുന്നു. അതിന് മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടിയാണ് കിടു. സ്ത്രീകളുടെ കയ്യിലാണെങ്കിൽ മിച്ചം വരുന്ന പൈസ വീട്ടിലെത്തും. പക്ഷേ പുരുഷനാണെങ്കിൽ കുറച്ചുപേർ ഈ പൈസ വീട്ടിൽ കൊടുക്കും, ബാക്കി എവിടെ പോകും, സർക്കാരിന് തന്നെ കിട്ടുമെന്ന് ചിരിയോടെ മുഖ്യമന്ത്രി പറയുന്നു. മെൻസ് അസോസിയേഷന്റെ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ രസകരമാണ്. അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി സ്ത്രീകളോടുള്ള ആദരവായി കണക്കാക്കണമെന്ന് VD സതീശൻ. ദിവസേന 50 രൂപ വെച്ച് ഓർഡിനറി ബസ്സുകളിൽ ചെലവഴിക്കുന്ന സ്ത്രീകൾ അത് സൂക്ഷിച്ചു വെച്ച് ഏതെങ്കിലുമൊക്കെ നിക്ഷേപ പദ്ധതികളിൽ ആ തുക നിക്ഷേപിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ ഏകദേശം 11 ലക്ഷം രൂപ വരെ കയ്യിൽ കിട്ടുമെന്ന കണക്കുകളുമായി ചില വിദഗ്ധർ ഇറങ്ങിയിട്ടുണ്ട്. സർക്കാർ അധികാരത്തിലെത്തി 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കിയതിൽ അഭിമാനമെന്നാണ് VD സതീശൻ പറയുന്നത്. ഇത് ചരിത്രത്തിലേക്കുള്ള യാത്രയെന്നാണ് ചീഫ് സെക്രട്ടറി ജയതിലക് വിശേഷിപ്പിച്ചത്. സൗജന്യ യാത്ര ഓർഡിനറിയിലാണ്, പക്ഷേ തീരുമാനം ഓർഡിനറിയല്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF സർക്കാർ ലംഘിച്ചുവെന്നാണ് BJP പറയുന്നത്. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങളിലൊന്ന്. എന്നാൽ അധികാരത്തിലെത്തിയതിനു ശേഷം സർക്കാർ വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് BJPയുടെ ആരോപണം. ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ CPMഉം തീരുമാനമെടുത്തു. കഴിഞ്ഞ 1 പതിറ്റാണ്ട് കേരളം ഭരിച്ചിട്ടും എന്തുകൊണ്ട് LDFോ CPMോ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടില്ല? ഒടുവിൽ അധികാരത്തിൽ വന്ന UDF സർക്കാർ ഇത്രയെങ്കിലും ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയുമല്ലേ ചെയ്യേണ്ടത്? കൊല്ലം KSRTC ഡിപ്പോയിൽ വെച്ച് നടന്ന പ്രിയദർശിനി ബസ് പദ്ധതി ഉദ്ഘാടന ചടങ്ങിനിടെ ഒരു ദാരുണ സംഭവം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ തിളച്ച പായസം വീണു. പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പായസ വിതരണം. ഇത് ബസ്സിനകത്ത് വെച്ച് വിതരണം ചെയ്തു. ഈ പായസം മന്ത്രിയുടെ തലയിൽ വീണു. പെട്ടെന്ന് തന്നെ കൂടെ ഉണ്ടായിരുന്നവർ ഷാളും മറ്റും ഉപയോഗിച്ച് മുഖവും തലയും വൃത്തിയാക്കി. തുടർന്ന് ചിന്നക്കട വരെ ബസ്സിൽ തന്നെ യാത്ര ചെയ്ത് മന്ത്രി മടങ്ങി. മന്ത്രിക്ക് നൽകുന്നതിനായി കോൺഗ്രസ് പ്രവർത്തകർ കുറച്ച് പായസം ബസ്സിലേക്ക് എത്തിച്ചു. ഇതിനിടയിൽ ബസ്സിനുള്ളിലാണെങ്കിൽ അനുയായികളും യാത്രക്കാരും അടങ്ങി വലിയ തിരക്ക്. തിക്കിലും തിരക്കിലും പെട്ട് മന്ത്രിയുടെ തലയിലേക്ക് പായസം. വനിതകളുടെ ഈ സൗജന്യ യാത്ര വിജയിപ്പിക്കാൻ UDFന് കഴിയുമോ? പ്രത്യേകിച്ച് ഇത്രയധികം സാമ്പത്തിക ബാധ്യത സർക്കാരിനും ഖജനാവിനുമേലുമുള്ളപ്പോൾ ഈയൊരു സംശയം തുടക്കം മുതൽ കേരളത്തിനുണ്ടായിരുന്നു.
എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതൊരു അഭിമാന പദ്ധതി തന്നെയെന്ന് നമുക്കും ഉറപ്പിച്ചു പറയാം. UDF സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി ഈ സൗജന്യ യാത്ര മാറും. ഒരു ബസ് യാത്രയ്ക്ക് കയ്യിൽ കാശില്ലാത്ത എത്രയെത്ര വനിതകൾ നമുക്കിടയിലുണ്ട്. അവർക്കൊക്കെ ആശ്വാസമാണ് ഇത്തരം ഒരു ഓഫർ. പലപ്പോഴും വീടുകളിൽ 1 കിലോ അരിയൊക്കെ മേടിച്ച് കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തിറങ്ങുമ്പോൾ സ്ത്രീകളുടെ കയ്യിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. അത്തരം സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് ഇതൊരു മഹത് പ്രോഗ്രാം തന്നെയാണ്. നമുക്കിതിനെ കുറ്റപ്പെടുത്താം, വിമർശിക്കാം. അതൊക്കെ ഇത്തരം പദ്ധതികൾ ഇനിയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തായാലും ഈ പ്രോഗ്രാമിന് കൈയടിച്ച പ്രോത്സാഹനം. ഒരു വർഷം 800 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടാകും. എന്നാൽ ആ 800 കോടി രൂപ ഇപ്പോൾ അനാവശ്യമായി പല സർക്കാർ കസേരകളിലും കുത്തിക്കയറിയിരിക്കുന്ന അനാവശ്യ ജീവനക്കാരെ ഇനി എടുക്കാതെ ആ ചെലവ് ചുരുക്കൽ നടപടികളിലൂടെ ഇതൊക്കെ കണ്ടെത്തുകയല്ലേ ചെയ്യേണ്ടത്? ജനക്ഷേമം, ജനോപകാരം, അതാവട്ടെ ഒരു സർക്കാർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.